മറ്റൊരു പ്രയാസം ചില കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്, നല്ല പൈസയൊക്കെ ഉണ്ട്, വരുമാനം നല്ലവണ്ണമൊക്കെ ഉണ്ട്, പക്ഷേ ബർക്കത്തില്ല. ഉസ്താദുമാർ പണ്ടൊക്കെ വാത് പറയുമ്പോൾ ബർക്കത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബർക്കത്തില്ലായ്മ ഇപ്പോഴാണ് അനുഭവിക്കുന്നത് എന്നാണ്. വരുമാനം ഉണ്ടായിട്ടും ചിലവിന് പോലും തികയാതെ വരുന്ന അവസ്ഥ, ഒന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല. സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാകാൻ എന്ത് ചെയ്യണമെന്നാണ്? നമ്മൾ ഈ ബറക്കത്തിനെ സ്വാഭാവികമായിട്ടും സമ്പത്തിലേക്ക് മാത്രം ബന്ധപ്പെടുത്തിയാണ് ചിന്തിക്കാറുള്ളതെങ്കിലും ബറക്കത്ത് എന്നുള്ളത് സമ്പത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരാൾക്ക് കുടുംബജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും സമ്പത്തിലാണ് ഫീൽ ചെയ്യുക. ഒരുപാട് പൈസ ഉണ്ടാവും, തികയാതെ വരും. സംഗതിയിൽ അത് കുടുംബജീവിതത്തിലെ ബറക്കത്താണ് പോയിട്ടുണ്ടാകുക. ആയുസ്സിലെ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ചില അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് സുബ്ഹിയിലെ ഖുനൂത്താണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ അഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വബാരിക് ലീ ഫീമാ അഅതൈത എന്ന സുബ്ഹിയിലെ ഖുനൂത്ത് നമ്മുടെ ജീവിതത്തിലുള്ള ബറക്കത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അതുകൊണ്ട് ആ ദുആ, സുബ്ഹി നിസ്കാരത്തിൻ്റെ ദുആ, ഖുനൂത്ത് നിർബന്ധമായും ജീവിതത്തിൽ കൊണ്ടു നടക്കണം. പിന്നെ ഒരു ദിവസത്തിന് ഒരാൾക്ക് ബറക്കത്ത് നഷ്ടപ്പെടുന്നത് സുബ്ഹിൻ്റെ ശേഷം ഉറങ്ങിയാലാണ്. സുബ്ഹിൻ്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഉറങ്ങിയാൽ അന്നത്തെ ദിവസത്തെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാവും. ഇതിപ്പോൾ ദിവസത്തിലെ ബറക്കത്ത് പോയാലും ഫീൽ ചെയ്യുക പൈസേൻ്റെ ബറക്കത്ത് പോയതായിട്ടാണ് ഫീൽ ചെയ്യുക. ഭക്ഷണത്തിലെ ബറക്കത്ത് എന്ന് പറയുന്നത് ബിസ്മി അല്ലാതെ കഴിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. ഒരാൾ ഏത് നന്മയുള്ള കാര്യമാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അതിലെ ബറക്കത്ത് നഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നന്മയുള്ള കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങിക്കൊണ്ടാണ് അതിൽ ബറക്കത്ത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരാശയം, സമ്പത്തിലെ ബറക്കത്ത് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഏതിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫീലിംഗ് ഉണ്ടാകുന്നത് ആരോഗ്യത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. ഉദാഹരണം പറയാം, ആരോഗ്യത്തിന് ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ എപ്പോൾ നോക്കിയാലും അസുഖമാണ് ഉണ്ടായിരിക്കുക. സ്വാഭാവികമായിട്ടും പൈസേനെ ഇവിടെ ചിലവാകുക. അപ്പോഴും അത് സമ്പത്തിലെ ബറക്കത്ത് കുറവായിട്ടാണ് ഒരാൾക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു വിഷയങ്ങളിലും ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള പരിശ്രമം ഉണ്ടായിരിക്കണം. ആയുസ്സിലെ ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് കുടുംബബന്ധം ചേർക്കലാണ് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാവും. കുടുംബബന്ധം അടുത്ത കുടുംബമാണെങ്കിലും അകന്ന കുടുംബമാണെങ്കിലും കുടുംബത്തിനോടുള്ള ബന്ധങ്ങൾ എപ്പോഴും സുദൃഢമായി കൊണ്ട് നടന്നാൽ ആയുസ്സിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. ഇങ്ങനെയല്ല, ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഗുരുവിനെ ബഹുമാനിക്കണം എന്നതാണ്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ബറക്കത്ത്. ഒരു വാഹനം ബറക്കത്തുള്ള വാഹനവും ബറക്കത്തില്ലാത്ത വാഹനമുണ്ട്. വാഹനത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ആ വാഹനം വേഗം ഒഴിവാക്കണം. വാഹനത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുക എന്നതിൻ്റെ അടയാളം നമ്മൾ ജീവിതത്തിൻ്റെ ദുർഘടമായ വഴിദൂരം പെട്ടെന്ന് മറികടക്കാൻ വേണ്ടിയാണ് വാഹനത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അതിന് സാധ്യമല്ലാതെ വന്നു. അത്യാവശ്യമായിട്ടൊരു വഴിക്ക് പോകുമ്പോൾ വണ്ടി വഴിയിൽ നിന്നാൽ ബറക്കത്ത് നഷ്ടപ്പെട്ട വാഹനമാണ് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പിന്നെ ജീവിതത്തിലെ ബറക്കത്ത്, വീടിൻ്റെ ബറക്കത്ത് നോക്കുന്ന ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു, അതിലാവുമ്പോൾ ഒരുപാട് മക്കളും പേരക്കുട്ടികളും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് മരിക്കാനും സമ്പത്ത് നഷ്ടപ്പെടാനും തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് മാറുക. അപ്പോൾ ഒരു വീടിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടല്ലേന്ന് രണ്ട് അടയാളങ്ങളെ കൊണ്ട് നോക്കാം. ഒന്ന്, തുടരെയുള്ള മരണങ്ങൾ. രണ്ടാമത്തത്, എത്ര പൈസ കിട്ടിയാലും തികയാത്ത അവസ്ഥ. അപ്പോൾ ശരിക്കും സമ്പത്തിലെ ബറക്കത്തല്ല അവിടെ കുറഞ്ഞത്, വീടിൻ്റെ ബറക്കത്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് സമ്പത്തിലെ ബറക്കത്ത് കുറഞ്ഞതായിട്ടാണ് തോന്നുക. അതുകൊണ്ട് പറയാനുള്ളത്, ജീവിതത്തിൽ മുഴുവനായും ബറക്കത്തിനെ ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിക്കാമെന്ന് തോന്നുന്നു. ഏത് കാര്യവും ബിസ്മി അല്ലേറ്റ് ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവരിക. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട എന്ത് വിഷയങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഒളുവോടുകൂടെ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒളു ഉണ്ടാക്കിയതിന് ശേഷം. അങ്ങനെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒളുവോടുകൂടെ ചെയ്താൽ ബറക്കത്ത് കിട്ടും.